എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യേണ്ട എളുപ്പ രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ അവസാനവും പോർട്ട്ഫോളിയോയിലെ കുറച്ച് കോമൺ പോയിന്റ്സ്, നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഒരുപാട് പഠിക്കുന്നതിനുള്ള ഒരു ബർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോമൺ പോയിന്റ്സുകൾ കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ അവസാനവും പോർട്ട്ഫോളിയോയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യാനുള്ള കോമൺ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ പോർട്ട്ഫോളിയോ എന്താണ്? ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഒരു കീ പോയിന്റ് ആയിട്ട് കണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ അസറ്റ്സുകളുടെ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം ഇത്രയുമാണ് നമ്മൾ പോർട്ട്ഫോളിയോയുടെ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഒരു മീനിങ് ആണ്. ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ കളക്ഷനാണ്. മോർ ഓവർ ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കളക്ഷനാണ്. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക്, റിട്ടേൺ, പെർഫോമൻസ് ആൻഡ് കോമ്പോസിഷൻ. ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും പെർഫോമൻസും അതിൻ്റെ കോമ്പോസിഷനും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാർക്കിനൊക്കെ പോർട്ട്ഫോളിയോ അനാലിസിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ. അത്രയെങ്കിലും ഓർത്തു വെക്കണം. പോർട്ട്ഫോളിയോ റിസ്കിൻ്റെയും പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷനാണ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാം എന്തിൻ്റെയും കൂടെയാണ്, പോർട്ട്ഫോളിയോ പെർഫോമൻസിൻ്റെയും പോർട്ട്ഫോളിയോയുടെ കോമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം അസറ്റ് മിക്സുകളാണെന്നാണ്. അടുത്തതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഇറ്റ് സിംപ്ലി മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയുടെ മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ആർട്ട്, അതിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇങ്ങനെ എഴുതണമെന്നില്ല. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ദി മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിസ്ക്, റിട്ടേൺ ഫോർ ചൂസിങ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അടുത്തതാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് റെഡ്യൂസിങ് സ്ട്രാറ്റജിയാണ്. അതായത് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ട്. ആ 100 രൂപ ഒരു ബാങ്കിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ചാൽ ആ ബാങ്ക് പൊട്ടിപ്പോയാൽ ആ 100 രൂപയും നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ 20 രൂപ നമ്മൾ ബാങ്കിലിട്ടു, 20 രൂപ നമ്മൾ പോസ്റ്റ് ഓഫീസിലിട്ടു, 20 രൂപ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു, ബാക്കി 40 രൂപ നമ്മൾ ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചു. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചാൽ നമുക്ക് റിസ്ക് കുറയും അല്ലേ? ഒരു സ്ഥലത്ത് മാത്രം നിക്ഷേപിച്ചാൽ അവിടെ നിന്ന് അത് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ അധികം റിട്ടേൺ കിട്ടിയില്ലെങ്കിലോ? അതിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റിസ്ക് റെഡ്യൂസിങ് സ്ട്രാറ്റജിയാണ്. ദെൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണി ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ് ടു റെഡ്യൂസ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ വ്യത്യസ്ത ഇൻവെസ്റ്റിംഗ് ആൾട്ടർനേറ്റീവ്സിൽ അല്ലെങ്കിൽ വ്യത്യസ്ത അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനിൽ
നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് റിസ്ക് റെഡ്യൂസിങ് സ്ട്രാറ്റജി ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണി ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് ജനറേറ്റഡ് ഫ്രം എ പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഗെയിൻ ഓർ ലോസ്. ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഗെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. അതുപോലെ തന്നെ അവിടെ പോർട്ട്ഫോളിയോ റിസ്ക് ഉണ്ട്. പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചാൻസ് ടു ലോസ് മണി ഇൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് ജനറേറ്റഡ് ഫ്രം എ പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഗെയിൻ അല്ലെങ്കിൽ ലോസിനെയാണ്, ചിലപ്പോൾ ഗെയിൻ ആയിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം, അതിനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്ക് ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ. നിലവിലുള്ള പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്ക് ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ. നിലവിലുള്ള പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പോർട്ട്ഫോളിയോ ഓഫ് മാക്സിമം റിട്ടേൺ വിത്ത് മിനിമം റിസ്ക്. മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ എടുക്കുന്ന പോർട്ട്ഫോളിയോനെയാണ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ അഥവാ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അടുത്തതാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ. ഇറ്റ് മീൻസ് പുട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ നമ്മൾ ആക്ഷൻ ആക്കി മാറ്റുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിവ്യൂ ഓഫ് പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റിവ്യൂ ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് പോർട്ട്ഫോളിയോ. അടുത്തതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു നോട്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ ഇടരുത്. നമുക്കറിയാം, ഒരു ബാസ്ക്കറ്റിൽ എല്ലാ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റ് പൊട്ടിപ്പോയാൽ മൊത്തം മുട്ട എന്താവും? പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മീൻസ് ഡു നോട്ട് പുൾ ഓൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വൺ പ്ലേസ്. എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട്, ആ 1,00,000 രൂപയും ഞാൻ ഒരു സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കരുത് എന്ന് പറയുന്നതാണിത്. സ്പ്രെഡ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെൻറ്റ് അസെറ്റ്. നമ്മൾ വ്യത്യസ്ത അസറ്റിലേക്ക് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് സ്പ്രെഡ് ചെയ്യുക. ഇറ്റ് റെഡ്യൂസസ് റിസ്ക്. അത് റിസ്ക് റെഡ്യൂസ് ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് റിട്ടേൺ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും അല്ലേ? ഇറ്റ് ഇൻക്രീസസ് റിട്ടേൺ. അടുത്തതാണ് നമ്മൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. 5 മാർക്കിന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ? ദർ ആർ 5 ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. 5 രീതിയിലുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്. അഗ്രസീവ് പോർട്ട്ഫോളിയോ, കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ, ഇൻകം പോർട്ട്ഫോളിയോ, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. അതായത് 5 ടൈപ്പ് പോർട്ട്ഫോളിയോ ഉണ്ട്. അഗ്രസീവ് പോർട്ട്ഫോളിയോ, കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ, ഇൻകം പോർട്ട്ഫോളിയോ, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ദാറ്റ് ഫോക്കസസ് മാക്സിമം റിട്ടേൺ ബൈ മാക്സിമം റിസ്ക്. അഗ്രസീവ് ആണ്, എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കാം, പക്ഷെ അത്രക്കത്ര റിട്ടേൺ കിട്ടുകയും വേണം. അതിനെയാണ് അഗ്രസീവ്. നമ്മൾ പറയില്ലേ അവൻ്റെ ക്യാരക്ടർ അഗ്രസീവ് ആണ് എന്ന്, അതായത് ഭയങ്കര ദേഷ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ. എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കാം, ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാം, ഭയങ്കരമായിട്ട് റിട്ടേണും കിട്ടണം. മാക്സിമം റിട്ടേൺ, മാക്സിമം റിസ്ക്, അതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. അപ്പോൾ അഗ്രസീവ് പോർട്ട്ഫോളിയോ പഠിച്ചു. അഗ്രസീവ് പോർട്ട്ഫോളിയോ ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ദാറ്റ് ഫോക്കസസ് മാക്സിമം റിട്ടേൺ ബൈ മാക്സിമം റിസ്ക്. മാക്സിമം റിട്ടേൺ നമ്മൾ മാക്സിമം റിസ്ക് എടുത്തുകൊണ്ട് വാങ്ങുന്നതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ.
ക്ലിയർ ആയില്ലേ? മൈൻഡിൽ സ്ട്രൈക്ക് ആയില്ലേ? അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിച്ചെടുക്കുക. കാരണം ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് എപ്പോഴും ഒരു 20-അടുത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടാണ് വന്നത്. 20 മാർക്ക് സ്കോർ ചെയ്യാൻ. ഓഫ് കോഴ്സ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 മാർക്കിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു 18-20 മാർക്കിന്റെ റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അഗ്രസീവ് പോർട്ട്ഫോളിയോ പഠിച്ചു കഴിഞ്ഞു. അത് പോർട്ട്ഫോളിയോയുടെ ഒരു ടൈപ്പാണ്. വേറെ ഒന്നും ഓർക്കേണ്ട. എന്താണ് ഓർക്കേണ്ടത്? മാക്സിമം റിട്ടേൺ, മാക്സിമം റിസ്ക്. അടുത്തതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ദാറ്റ് ഫോക്കസസ് സ്റ്റേബിൾ റിട്ടേൺ ബൈ ടേക്കിംഗ് മിനിമം റിസ്ക്. ഇവർക്ക് എന്ത് വേണ്ട? കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ പ്രത്യേകത, അവർക്കൊരു സ്റ്റേബിൾ റിട്ടേൺ കിട്ടിയാൽ മതി. എല്ലായ്പ്പോഴും ഒരു റിട്ടേൺ കിട്ടിയാൽ മതി. അല്ലാതെ ഓവറായിട്ട് അഗ്രസീവ് പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്നവരെ പോരാ ഒരുപാട് റിട്ടേൺ ഒന്നും കിട്ടണമെന്നോ അത്രയ്ക്ക് റിസ്ക് എടുക്കാനൊന്നും അവർ തയ്യാറല്ല. ഇവർ മിനിമം റിസ്ക് എടുക്കുകയുള്ളൂ, സ്റ്റേബിൾ റിട്ടേൺ കിട്ടണം. ഓക്കെ, അതായത് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ മിനിമം റിസ്ക് എടുക്കും, പക്ഷേ സ്റ്റേബിൾ റിട്ടേൺ കിട്ടണം. അടുത്തതാണ് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോയിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, നഷ്ടം വരാണ്ടിരുന്നാൽ മതി, മിനിമം റിസ്ക് എടുക്കുകയുള്ളൂ. അവർക്കൊരു പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ആണ്, നഷ്ടം ഉണ്ടാവരുത്, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതിനെയാണ് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻകം പോർട്ട്ഫോളിയോ. അവർക്കൊരു റെഗുലർ ഇൻകം കിട്ടിയാൽ മതി, അവരും മിനിമം റിസ്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അവരും മിനിമം റിസ്ക് എടുത്തിട്ട് ഒരു റെഗുലർ ഇൻകം കിട്ടിയാൽ മതി. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതാണ് ബെസ്റ്റ് പോർട്ട്ഫോളിയോ. അതായത് മാക്സിമം റിട്ടേൺ കിട്ടണം, മിനിമം റിസ്കേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും താല്പര്യം അതല്ലേ? അധികം റിസ്ക് എടുക്കാൻ പറ്റൂല, പക്ഷെ മാക്സിമം റിട്ടേൺ കിട്ടണം. അതാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമുക്ക് ഓരോ പോർട്ട്ഫോളിയോ ഒന്നുകൂടെ നോക്കാം. അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മാക്സിമം പഠിച്ചു, മാക്സിമം മാർക്ക് കിട്ടണം. അതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഒരു കുട്ടി ടെക്സ്റ്റും യൂട്യൂബും നോട്ട്സും എല്ലാം പഠിച്ചു, മാക്സിമം പഠിച്ചു, മാക്സിമം മാർക്ക് കിട്ടണം, 100-ൽ 100 മാർക്ക് കിട്ടണം. അതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. മാക്സിമം റിസ്ക് എടുത്തു, മാക്സിമം റിട്ടേൺ വേണം. കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, എന്നാലും പാസ്സാവണം. അതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. കുറച്ച് അവിടെ നിന്ന് ഇവിടുന്ന് യൂട്യൂബ് കണ്ട്, ഷോർട്ട് നോട്ട് കണ്ട്, ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ച് റിസ്ക് എടുത്തിട്ടേ ഉള്ളൂ, പക്ഷേ ഒരു പാസ്സാവണം. അടുത്തത് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ഒന്ന് പാസ്സാവണം. അതാണ് കൺസർവേറ്റീവ്. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ആണ്. അതായത് പാസ്സായാൽ മതി, തോക്കരുത്, തോൽവിയിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതാണ് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ. ഇനി ഇൻകം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതും കുറച്ച് പഠിച്ചിട്ടുണ്ട്, തലേന്നൊക്കെ എന്തൊക്കെയോ പഠിച്ച് അവസാന നിമിഷം പഠിച്ച് പാസ്സാവാൻ നമ്മളെ തംബ്നെയിൽ കൊടുക്കുന്ന പോലെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പാസ്സായി പോകണം. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ മാക്സിമം മാർക്ക് വേണം, അതിനുള്ള ശ്രമമാണ്. കുറച്ച് വീഡിയോസും കണ്ട് കുറച്ച് നോട്ട് വായിച്ചിട്ടുണ്ട്, പക്ഷേ മാക്സിമം മാർക്ക് വേണം. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അഗ്രസീവ് പോർട്ട്ഫോളിയോ മാക്സിമം റിട്ടേൺ, മാക്സിമം റിസ്ക്. കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ മിനിമം റിസ്ക്, സ്റ്റേബിൾ റിട്ടേൺ. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ മിനിമം റിസ്ക്, പ്രൊട്ടക്ഷൻ ഫ്രം ലോസ്. ഇൻകം പോർട്ട്ഫോളിയോ മിനിമം റിസ്ക്, റെഗുലർ ഇൻകം. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ മിനിമം റിസ്ക്, മാക്സിമം റിട്ടേൺ. അടുത്തതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റേജസ്, പ്രോസസ്, ഫേസസ്, സ്റ്റെപ്സ് ഒക്കെ ചോദിച്ചാൽ ഇത് 5 മാർക്കിനോ 10 മാർക്കിനോ ആയിരിക്കും ചോദിക്കുക. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഫേസസ് ചോദിച്ചാൽ പോർട്ട്ഫോളിയോ എന്താണെന്നും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്നും എഴുതിയതിന് ശേഷം ഈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനോട് കൂടി എഴുതുക. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്, ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അതിനുശേഷം അസറ്റ് മിക്സ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഏത് പോർട്ട്ഫോളിയോ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ സെക്യൂരിറ്റി അനാലിസിസ് നടത്തുക, പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ നടത്തുക, പോർട്ട്ഫോളിയോ റിവിഷൻ കൊടുക്കുക, പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യുക. അടുത്തതാണ് പോർട്ട്ഫോളിയോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണുന്നുണ്ട്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ്റെയും പോർട്ട്ഫോളിയോ അനാലിസിസിൻ്റെയും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെയും പോർട്ട്ഫോളിയോ റിവിഷൻ്റെയും എല്ലാം നീഡ്, ബെനഫിറ്റ്, ഇമ്പോർട്ടൻസ്. ഇതിനേതിന് ചോദിച്ചാലും ബെനഫിറ്റ്സോ ഇമ്പോർട്ടൻസോ ഒബ്ജക്റ്റീവ്സോ നീഡോ ഇനി വേറെ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാലും
ഈ കോമൺ പോയിന്റ് എഴുതിയാൽ മതി. ഏതിനൊക്കെ? പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനും പോർട്ട്ഫോളിയോ അനാലിസിസിനും പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനും പോർട്ട്ഫോളിയോ റിവിഷനും. എന്തൊക്കെയാണ്? ഇറ്റ് റെഡ്യൂസസ് റിസ്ക് കുറയ്ക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്രീസസ് റിട്ടേൺ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ് മാക്സിമൈസ് റിട്ടേൺ, ഇറ്റ് മിനിമൈസ് റിസ്ക്. ഇതെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ എഴുതാൻ പറ്റും. അടുത്തത് ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് ലോങ് ടേം ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇറ്റ് മാനേജസ് വൊളറ്റാലിറ്റി മാനേജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് മാനേജ് അൺസർട്ടൈനിറ്റി മാനേജ് ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി. അപ്പം നമുക്കറിയാം കോമൺ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന്റെ, പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ, പോർട്ട്ഫോളിയോ റിവിഷന്റെ, പോർട്ട്ഫോളിയോ ഇവാലുവേഷന്റെ എല്ലാം തന്നെ അഡ്വാൻറ്റേജോ ഒബ്ജക്റ്റീവോ നീഡോ ഫീച്ചേഴ്സോ ഇമ്പോർട്ടൻസോ സിഗ്നിഫിക്കൻസോ യൂസസോ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കോമൺ പോയിന്റ് ആണ്. ഇറ്റ് മാക്സിമൈസ് റിട്ടേൺ, ഇറ്റ് മിനിമൈസ് റിസ്ക്, സ്റ്റെബിലിറ്റി, സേഫ്റ്റി, ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി, വളറ്റാലിറ്റി, അൺസർട്ടൈനിറ്റി, ലോങ് ടേം ഗ്രോത്ത്. അപ്പോൾ ഈ മൊഡ്യൂൾ സെറ്റായി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.